സുജേട്ടാ നമസ്കാരം. നമസ്കാരം. 2 ദിവസം മുമ്പ് ഇറാനുമായിട്ടുള്ള ആക്രമണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ, ആ ഒരു യുദ്ധകാഹളം മുഴങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് ചർച്ച ചെയ്തൊരു വിഷയം കൂടെ ഉണ്ട്. അതായത് ഈ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഖവാജ ആസിഫ് പറഞ്ഞ ഒരു മുന്നറിയിപ്പ്, അത് അഫ്ഗാനിസ്ഥാനാണ് കൊടുത്തിരുന്ന മുന്നറിയിപ്പ്. ഉടനെ തന്നെ ഞങ്ങൾ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുമെന്നാണ് ഖവാജ ആസിഫ് പറഞ്ഞത്. കാരണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ അത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നത് അയാൾ പറഞ്ഞിരുന്നു. സമാനമായിട്ടുള്ള രീതിയിൽ അയാൾ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാന്റെ ഭീകര കേന്ദ്രത്തിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 20 പേരാണ് ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാൻ ഇത് ആദ്യമായിട്ടല്ല അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തുന്നത്. നേരത്തെ പാകിസ്ഥാനിൽ തന്നെ വ്യോമാക്രമണം നടത്തിയിരുന്നു. പാകിസ്ഥാന്റെ ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൊല്ലുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വന്നതാണ്. അത് ലോക രാജ്യങ്ങളും ലോകത്തുള്ള സകല ജനങ്ങളും കണ്ടതാണ്. ആ സമയത്ത് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് മേൽ പാകിസ്ഥാൻ ബോംബിട്ടു എന്നായിരുന്നു ആ സമയത്ത് ലോകമാധ്യമങ്ങളെല്ലാം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോ അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിച്ചു. അഫ്ഗാനിസ്ഥാനിലോട്ട് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി. ആദ്യം അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിച്ച് പാകിസ്ഥാനെ സമൂലമായിട്ടും അവർ അതിർത്തിയിൽ പരാജയപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള അടിയായിരുന്നു. പാകിസ്ഥാന്റെ എയർഫോഴ്സിനെ ആ സമയത്ത് വിളിച്ചെങ്കിലും എയർഫോഴ്സ് വന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അഫ്ഗാനിസ്ഥാൻ സേന പാകിസ്ഥാന്റെ അകത്ത് ദുരന്തർ ലൈന് കഴിഞ്ഞകത്ത് നിൽക്കുകയായിരുന്നു. ദുരന്ത് ലൈൻ അത് കഴിഞ്ഞകത്ത് നിൽക്കുകയായിരുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ വ്യോമാക്രമണം നടത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള വിള്ളൽ വീണിരിക്കുന്നു. ഭീകര കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയതായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. ഒന്ന് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ TTP, രണ്ടാമത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട 7 ഭീകര ക്യാമ്പുകളാണ് പാകിസ്ഥാൻ സൈന്യം ആക്രമിച്ചതായി പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അതാവുള്ള തരാർ ഞായറാഴ്ച രാവിലെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് രാവിലെ അറിയിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ അടുത്തിടെ നടന്ന ചാവേർ ആക്രമണം, ഈ ഇസ്ലാമാബാദ് ഷിയ പള്ളിയിൽ നടന്ന സ്ഫോടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആക്രമണം എന്നാണ് പാകിസ്ഥാൻ വിശദീകരിക്കുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഇവർ കള്ളമാണ് പറയുന്നത്, ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യും. ഇവിടെ കൊന്നൊടുക്കിയിരിക്കുന്നത് 19 നിരപരാധികളായിട്ടുള്ള ആൾക്കാരെയാണെന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നു. ജനവാസ മേഖലകളെയും മറ്റും സിവിലിയൻസിന്റെ മുകളിൽ കൂടെയാണ് ഇവർ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്, ബോംബിട്ടിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ പക്തിക, നങ്കർഹാർ പ്രവിശ്യകളിലെ വ്യോമാക്രമണത്തിലാണ് 19 സാധാരണക്കാർ മരിച്ചതെന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. നങ്കർഹാറിലെ ബഹ്സൂദ് ജില്ലയിലെ ഒരു വീടിന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായത്. ആ കുടുംബത്തിലെ 19 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ. 80 വയസ്സുള്ള ഒരു വൃദ്ധനും ഒരു കുട്ടിയും ഇതിനകത്തുണ്ട് എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രയും വേഗം പ്രതികാരം ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. കുറച്ചുകൂടെ സിറ്റുവേഷൻ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ഇനി അടുത്തുള്ള നീക്കം എന്തായിരിക്കും? പാകിസ്ഥാൻ അതിനെ ഏത് രീതിയിലായിരിക്കും പ്രതിരോധിക്കാൻ പോവുക? അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഒരു രീതിയിലുള്ള അടിയായിരിക്കും. കാരണം അവര് ഒരു ആക്രമണത്തിനൊന്നും അവർ നിർത്തില്ല എന്നുള്ളതാണ്. കൂടുതലും പാക് പട്ടാളക്കാരെയാണ് ഇതിനു മുമ്പ് അഫ്ഗാനിസ്ഥാൻ ടാർഗറ്റ് ചെയ്തിരുന്നത്. അവിടെയുള്ള സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എങ്കിലും ഇത്തവണ എങ്ങനെയായിരിക്കും ആക്രമണത്തിന്റെ ഒരു ശൈലി അഫ്ഗാനിസ്ഥാൻ? ഈ ആക്രമണത്തിന് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നടക്കാൻ പോകുന്ന കോൺഫ്ലിക്റ്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് തോന്നുന്നത്? 2 ദിവസം മുമ്പ്, എനിക്ക് തോന്നുന്നു 20-ാം തീയതിയോ 19-ാം തീയതിയോ നമ്മളിപ്പോ ഡേറ്റ് ഇട്ടിട്ടാണ് ഈ അനാലിസിസ് വിടുന്നതുകൊണ്ട് പ്രേക്ഷകർക്ക് എളുപ്പമാണ്. അന്ന് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഖവാജ ആസിഫ് പറയുന്ന വാക്കിനെ തള്ളിക്കളയരുത്. അദ്ദേഹം ഒരു കോമഡി പീസായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുമ്പോഴും ഈ ആക്രമണത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കാറുണ്ട്. കാരണം നമ്മൾ ഈ ഓരോ രാഷ്ട്രത്തലവന്മാരെയും അല്ലെങ്കിൽ ഓരോ ഭരണാധികാരി ലീഡേഴ്സിനെയൊക്കെ നമ്മൾ അവരെ ശ്രദ്ധിക്കുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എന്താണ് പിന്നീട് സംഭവിച്ചത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ അറിയാൻ കഴിയും. കാരണം ഇദ്ദേഹം ഇതിനു മുമ്പ് അഫ്ഗാനിസ്ഥാന്റെ വിഷയം പറഞ്ഞപ്പോഴും അതിന് പിന്നാലെ ആക്രമണം നടന്നിട്ടുണ്ട്. അങ്ങനെ എന്താണ് ഇദ്ദേഹം പറയുന്നത് അതിന് പിന്നീട് നടന്നിട്ടുണ്ട്. സാധാരണ നമ്മുടെയൊക്കെ ആണെങ്കിൽ മന്ത്രിമാർ പറയില്ല എന്താണ് ചെയ്യാൻ പോകുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. മന്ത്രിമാർ ഒരിക്കലും പറയത്തുമില്ല എന്താ അടിക്കാൻ പോകണോ. ഇത് അങ്ങനെയല്ല, നേരത്തെ തന്നെ പെരുമ്പറ കൊട്ടി പറഞ്ഞിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 വിഷയങ്ങളുണ്ട്. നമ്മുടെ ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സോ നമ്മുടെ സൈന്യത്തെ പോലെ പാകിസ്ഥാൻ സൈന്യത്തെ കാണേണ്ട കാര്യമില്ല. കാരണം പാകിസ്ഥാൻ സൈന്യത്തിലെ ഏറെയും അതിർത്തികളിലും മറ്റും വിന്യസിച്ചിരിക്കുന്നത് നമ്മുടെ BSF പോലെയോ ഒക്കെ ഉള്ള ഒരു കെട്ടുറപ്പുള്ള സൈന്യത്തെ അല്ല. അവർ ഈ മതത്തിന്റെ ഈ സംഘടനകളുടെ ഒക്കെ ആളുകളെ ഈ തോക്ക് ധരിപ്പിച്ച് ഒരു ഹ്രസ്വകാല ട്രെയിനിങ് കൊടുത്തിട്ട് ആണ് അവരുടെ മിക്കവാറും ഒക്കെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലായിട്ട് വിടുന്നത്. അതായത് അവരുടെ സൈന്യം അല്ലാതെ സൈനിക പരിശീലനമോ ഇല്ലെങ്കിൽ അവർക്കൊരു ചെറിയ തുക കൊടുക്കും. അതുകൊണ്ടാണ് ഈ താലിബാനൊക്കെ
കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർ ജീവനും കൊണ്ട് ഓടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്. കാരണം ഈ പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ അടക്കം വിന്യസിക്കുന്നത് കൂടുതലും ഈ ലോക്കലായിട്ട് കിട്ടുന്ന ആളുകളെ ജസ്റ്റ് അവിടെ കൊണ്ട് ഇടുകയാണ് ചെയ്യുന്നത്, പട്ടാളം എന്നുള്ള രീതിയിൽ. അവരുടെ ഒറിജിനൽ പട്ടാളം അല്ല അത്. കാരണം ഒറിജിനൽ പട്ടാളത്തിന് നമുക്കറിയാം വലിയ തുക മുടക്കി ആണ് നമ്മൾ അവരെ ട്രെയിൻ എടുക്കുന്നതും വലിയൊരു സന്നാഹം തന്നെയായിരിക്കും. അങ്ങനെയാണ് അവർ കൂടുതൽ അവരുടെ ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അഫ്ഗാനിസ്ഥാൻ അടി തുടങ്ങുമ്പോൾ തന്നെ അവന്മാരെല്ലാം കൂടെ എടുത്ത് ജീവനും കൊണ്ട് ഓടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് പട്ടാളമല്ല എന്നുള്ളത്. താടിയും വളർത്തി പിന്നെ മറ്റേ ഈ അവിടെ ഒരു സൽവാർ കമ്മീസണൊക്കെ ഒരു ഡ്രസ്സ് ഉണ്ട്, അത് ഇട്ടിട്ട് തോക്കും പിടിച്ച് നിൽക്കുന്ന ഒരു നിപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പം ഇവിടെ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ അടിച്ചിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ തവണ ധനുഷ് പറഞ്ഞ കണക്ക് അഫ്ഗാന്റെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ ഒമാന്റെ കാലും കൈയും പിടിച്ച് പലരുടെയും കാലും കൈയും പിടിച്ചിട്ടാണ് അന്ന് ആ പ്രശ്നം തീർത്തത്. നമുക്കറിയാം അങ്കാറ തുർക്കിയിൽ വെച്ചിട്ടായിരുന്നു ഒരു സമാധാന ചർച്ച. അതിനകത്ത് അമ്പിലും വില്ലിലും അടുക്കാതെ ചർച്ച പൊളിഞ്ഞു. ഒമാനിൽ വെച്ച് അവസാനം ചർച്ച നടത്തി, ഒമാനിലെ മധ്യസ്ഥത നടത്തി രണ്ടു കൂട്ടരും കൂടെ ഒരു കോംപ്രമൈസിന്റെ വക്കിലെത്തി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയില്ല എന്നുള്ളതായി. അന്ന് പറഞ്ഞ ഡയലോഗ് ഇതായിരുന്നു, നമ്മൾ രണ്ടും ഒന്നാണ്, ഇസ്ലാമിക രാജ്യമാണ്, നമ്മൾ തമ്മിൽ തല്ലരുത് എന്ന് പറഞ്ഞാൽ അന്ന് തീർന്ന അടിയാണിത്. അടി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഈ പാകിസ്ഥാൻ അവരുടെ വീറ് കാണിക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ ക്ലോസ് ചെയ്തു. ബോർഡർ ക്ലോസ് ചെയ്തപ്പോൾ അവർ കരുതിയത് അഫ്ഗാനിസ്ഥാൻ പെടുമെന്ന് കരുതി. അത് ഇന്ത്യയുടെ സ്റ്റൈൽ അനുകരിക്കാൻ പോയതാണ്. ഇന്ത്യ അടിച്ചു കഴിഞ്ഞിട്ട് ഈ സിന്ധു നദീജല കരാറും റദ്ദ് ചെയ്തു. ഒപ്പം തന്നെ നമ്മള് ഈ പറയുന്ന നമ്മുടെ ഈ അതിർത്തി വാഗാ അതിർത്തി ഉൾപ്പെടെ അടക്കുകയും ബിസിനസ് ട്രേഡുകളല്ല നമ്മളല്ല ശരിക്കും പാകിസ്ഥാനാണ് അടച്ചത്. പിന്നെ നമ്മൾ തുറന്നു കൊടുത്തില്ലെന്നേ ഉള്ളൂ. പിന്നീട് 2019 അടിയിൽ ഇവന്മാര് ട്രേഡിങ് നിർത്തിവെച്ചായിരുന്നു, കരമാർഗമുള്ള ട്രേഡിങ്. അതിനുശേഷം ഇന്ത്യ തുറന്നു കൊടുത്തൊന്നുമില്ല, കാരണം നിങ്ങളാണല്ലോ അടച്ചത്, അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവര് ബോർഡർ ക്ലോസ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാൻ ബോർഡർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒമാനൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞു അത് ശരിയല്ല, ക്ലോസ് ചെയ്യണം, കാരണം ഇവിടെ നിന്നാണല്ലോ ചരക്കുകളൊക്കെ അഫ്ഗാനിസ്ഥാനിൽ എത്തുന്നത്, നിങ്ങൾക്കും ചരക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കാനും ഈ വഴി തന്നെ ഉപയോഗിക്കണം, തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവര് വലിയ ജാടയും വേലയിട്ട് നിന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാൻകാര് അവരുടെ ബോർഡർ ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞു ഇനി ജീവിതത്തിൽ ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ഇന്ത്യക്ക് ഓർഡർ നൽകി മരുന്നും മറ്റു സാധനങ്ങളും ഒക്കെ. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ആ ബോർഡർ ക്ലോസ് ചെയ്ത് പാകിസ്ഥാന്റെ ഒരു മണ്ടത്തരമായിരുന്നു. കാരണം അവർക്ക് അഫ്ഗാനിസ്ഥാനിൽ ചരക്ക് നിന്നു, അവിടുത്തെ മരുന്ന് ഉൾപ്പെടെ ഇല്ലെങ്കിൽ അവരുടെ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ ചരക്ക് നീക്കം നിന്നു എന്ന് മാത്രമല്ല, താജിസ്ഥാൻ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന റൂട്ടും അതോടുകൂടി തീർന്നു കിട്ടി. ആ ഒരു ഇന്ത്യയെ പോലത്തെ ഒരു സ്റ്റൈല് കാണിക്കാൻ ശ്രമിച്ചു. പക്ഷെ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ പ്രതികരിക്കുന്നവർ കരുതിയില്ല. അപ്പൊ തന്നെ മുറുമുറുപ്പുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ അഫ്ഗാനിസ്ഥാന് ഇന്ത്യയുടെ കൂടെ സഹായത്താൽ അവിടുത്തെ ഡാമുകളുടെ പണി വളരെ വേഗത്തിലാക്കി. കാരണം അവിടെ നിന്നുള്ള കുറെ നദികളിലെ വെള്ളമാണ് ഇവിടെ ഒഴുകുന്നത്. ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പാകിസ്ഥാൻ അക്ഷരാർത്ഥിൽപ്പെട്ടു. ഇതും പറഞ്ഞ് വീണ്ടും ഒമാന്റെ അടുത്ത് ചെല്ലാൻ കഴിയില്ല. കാരണം എന്താണ്, ഒമാന്റെ ഇടപാടിൽ ഒരു വെടിനിർത്തൽ കഴിഞ്ഞതാണ്. അതിനുശേഷം പറഞ്ഞു നിങ്ങൾ അടങ്ങിയതിക്ക് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു. ഈ ബോർഡർ ക്ലോസ് ചെയ്തപ്പോഴും ഈ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടതാണ്. നിങ്ങൾ അത് ചെയ്യുന്നത് ശരിയല്ല, തുറന്നു കൊടുക്കണം. ചെയ്തില്ല. ചെയ്യാത്തപ്പോൾ പണി എരന്ന് മേടിക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ. അതിനിടയ്ക്കാണ് നമ്മുടെ അവിടുത്തെ മന്ത്രി കുറച്ചു ദിവസം ഇന്ത്യ വന്ന് കറങ്ങിയിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇവരുടെ ഒരു 11 പട്ടാളക്കാരെ തട്ടിക്കൊണ്ടുപോയി. അത് കൂടാതെ ഇസ്ലാമാബാദിലെ ഒരു പള്ളിയിൽ ഒരു ചാവേർ ആക്രമണം നടക്കുന്നു, കുറെ പേർ കൊല്ലപ്പെടുന്നു. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ അവരുടെ ഒഫീഷ്യൽസ്, അതായത് പാകിസ്ഥാന്റെ ഭരണകൂടം പറഞ്ഞത് ഡൽഹിയും കാബൂളുമാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തത്. ഇവരിപ്പോ എല്ലാം ഇന്ത്യയെ കൂട്ടിക്കെട്ടിയാ പറയുന്നത്, ഇന്ത്യൻ താലിബാനെയും കൂട്ടിക്കെട്ടിയാണ് ഇപ്പൊ ഇവരെല്ലാം പറയാറുള്ളത്. ആണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പ്രതികാര വാഞ്ച ഉടലെടുത്തു. ഇതെന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലഷ്കർ എ തോയ്ബ ഇന്ത്യയിൽ ഉടനീളം സ്ഫോടനം നടത്താൻ പ്രതിജ്ഞ എടുത്തു. ഫെബ്രുവരി 6 നടന്ന സ്ഫോടനത്തിന്റെ മസ്ജിദിൽ നടന്ന സ്ഫോടനത്തിന്റെ പ്രതികാരമായി ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ തകർക്കും, ഇന്ത്യയിൽ തന്നെ സീരിയൽ ബോംബ് ബ്ലാസ്റ്റിംഗ് നടത്തും എന്ന് പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് പോകാം. അപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഈ ഭീകര സംഘടനയിൽ ഇന്ത്യക്ക് നേരെ തിരികുകയും പാകിസ്ഥാൻ ഇതിന്റെ കുറ്റമെല്ലാം കൂടെ ചുമത്തിക്കൊണ്ട്, കാരണം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട് ധനുഷേ. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 22 ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ 11 പാക് സൈനികർക്ക് കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം ഇന്ന് അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാൻ സൈന്യം എന്താണ് പറഞ്ഞത്, ഞങ്ങളുടെ അല്ല പട്ടാളക്കാർ, ഞങ്ങൾക്ക് അറിയത്തൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ പട്ടാളക്കാരും ഇല്ല, അങ്ങനൊന്നും സംഭവമില്ലെന്ന്. ആ പട്ടാളക്കാരുടെ വീഡിയോ പുറത്തു വിട്ടു ഈ BLA-ക്കാര്. അപ്പൊ ആ പട്ടാളക്കാർ അവരുടെ ഐഡന്റിറ്റി കാർഡ് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങൾ ഇത്രയും നാള് പാകിസ്ഥാന് വേണ്ടിയിട്ട് ജോലി ചെയ്തിരുന്നവരാണ്, ഒടുവിൽ ഞങ്ങളെ അവർ നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന്
പറയുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ഇന്ന് അവർ കൊല്ലപ്പെടും. ആ വാർത്ത പുറലോകം അറിയരുത്. പിന്നെ ഈ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടണം. പിന്നെ ഇപ്പോൾ അമേരിക്ക ഇറാനുമായി ടെൻഷൻ നിൽക്കുന്ന സാഹചര്യത്തിൽ അഫ്ഗാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് ഒരു പക്ഷേ കിട്ടും. കാരണം ഇറാൻ ഒരു പിന്തുണ അഫ്ഗാനിസ്ഥാൻ ഒരു പിന്തുണ ഇറാന് പരസ്യമായി തന്നെയാണ് നൽകിയത്, ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കും എന്ന് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം അങ്ങനെ മുൻകൂട്ടി കണ്ടിട്ട് പാകിസ്ഥാൻ ചെയ്തൊരു പണി. പക്ഷെ ഇതിനകത്തൊരു പ്രത്യാഘാതം എന്തെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും അങ്ങനെ കേൾക്കുന്ന ഒരു രാജ്യമല്ല അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ തിരിച്ചടി വളരെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവർ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഇന്ത്യയും ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളുടെ പരോക്ഷ പിന്തുണ അവർക്ക് നന്നായിട്ട് തന്നെയുണ്ട്. അതായത് കുറച്ചാൾക്ക് മുമ്പ് നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. ചൈനയുടെ പല യുദ്ധോപകരണങ്ങളും ഡ്രോണുകളും മറ്റും ഇവർ വാങ്ങുന്നു, ഇന്ത്യ വലിയ രീതിയിൽ ഇവർക്ക് ആയുധം കൊടുക്കുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. ആധുനിക രീതിയിലുള്ള തോക്കുകളൊക്കെയാണ് അവരുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നാണ് ഇത് പോയത് എന്നുള്ളതാണ് നമ്മൾ വലുതായിട്ട് പാകിസ്ഥാനാണ് ഇത് ആരോപണം കൊണ്ടുവന്നത്. പിന്നീട് അത് അവരുടെ പാകിസ്ഥാൻ ഡോൺ അടക്കപ്പോട്ടും ഒക്കെ ആക്കിയിരുന്നു. ഏതായാലും ഈ ഒരു സംഘർഷം കൺക്ലൂഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ഇന്ത്യയിലേക്ക് തന്നെ തിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. അതുകൊണ്ടാണല്ലോ അവര് ഈ ലഷ്കർ എ തോയ്ബ ഇന്ത്യയെ ലക്ഷ്യം വെക്കുകയും പാക് സൈന്യം അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നതിന്റെ ഒരു പൊരുൾ അതായിരിക്കുമല്ലോ. ഏതായാലും ഇനി വരും മണിക്കൂറുകൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും അഫ്ഗാനിസ്ഥാൻ അത് വെറുതെ ഇരിക്കാൻ സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ല. പ്രത്യേകിച്ച് താലിബാൻ കണക്ക് ശക്തമായ ഒരു ഭരണകൂടമാണ്. ശക്തമായ ഭരണകൂടം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ഭീകരവാദ സംഘടന തന്നെ ആയിരുന്നു അവര്, ഈ താലിബാൻ എന്ന് പറയുന്നത്. അപ്പൊ അവർ അടങ്ങിയിരിക്കാനുള്ള സാധ്യത കൂടുതൽ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ താലിബാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന പോലത്തെ ഒരു മുന്നൊരുക്കമൊന്നും അവർക്ക് നടത്തേണ്ട കാര്യമില്ല. നിലവിൽ അവരുടെ ബ്രാഞ്ചസ് ആയ ഇല്ലെങ്കിൽ അവരുടെ എന്താണ് പറയുന്നത് സംഘടനകളായ ഈ തെഹ്രീക്കെ താലിബാനും ISIയുടെ ചില വിങ്ങുകളും ഒക്കെ ഓൾറെഡി പാകിസ്ഥാനിൽ നിലവിൽ ബ്രാഞ്ചസുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഓർഡർ കൊടുക്കുക, അവിടെ ഇവിടെയൊക്കെ കുറെ ചാവേറുകളെ പൊട്ടിക്കുക എന്നൊക്കെ ഉള്ളതാണ് അത്. അപ്പൊ ഇന്ത്യയെ പോലെ വലിയ മുന്നൊരുക്കങ്ങളോ ഒന്നും നടത്തിയെടുക്കേണ്ട ആവശ്യം അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചില്ല. എന്തായാലും വൈകുന്നേരത്തിനകം തിരിച്ചടി നമുക്ക് പ്രതീക്ഷിക്കാം.